നമസ്കാരം, ഞാൻ ശ്രുതി ഫ്രം ക്ലബ് FM 99.6. ആദ്യമായാണ് UAE-ൽ നിന്ന് ഒരു റേഡിയോ സ്റ്റേഷൻ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൽ അഭിമാനമുണ്ട്, നമ്മളാണിത് ആദ്യമായി ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ. പക്ഷെ ചെറിയൊരു വിഷമം കൂടിയുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇത് ചെയ്തില്ല എന്നുള്ളത് ഓർത്ത്. I mean, there's so much to learn from him, so much to know from him. ലൈഫ് എന്നുള്ളത് നമ്മൾ കാണുന്നത് മാത്രമല്ല, ലൈഫ് can be magical, can be mysterious. ആൻഡ് നമ്മൾ ഫിസിക്കലി കാണുന്നത് ടാഞ്ചിബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമല്ല റിയാലിറ്റി, അതിന് ബിയോണ്ട് റിയാലിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെയും സ്വന്തം എക്സ്പീരിയൻസ് നിന്ന് നമുക്ക് പറഞ്ഞു തന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. വെരി വെരി റെസ്പെക്റ്റഡ് സ്പിരിച്വൽ ഗൈഡ്, സ്പിരിച്വൽ ഗുരു, യോഗി, ഓഥർ, എഡ്യൂക്കേഷനിസ്റ്റ് ശ്രീ M ആണ് എൻ്റെ ഒപ്പം ഉള്ളത്. നമസ്കാരം. Such a pleasure to have you here. Thank you so much for giving us your time today, sir. സർ, ഒരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ചു, ഒരു വെൽ ടു ഡു മുസ്ലിം ഫാമിലിയിൽ. അതിനുശേഷം 19ാമത്തെ വയസ്സിൽ ഹിമാലയത്തിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത് എനിക്ക് തോന്നുന്നു പലരും വായിച്ചിട്ടുണ്ട്, എല്ലാവരും വായിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് തേടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്? ഞാൻ 9ാമത്തെ വയസ്സിലാണ് ഞാൻ മൈസൂർനാഥ് ബാബാജി ആദ്യമായിട്ട് കാണുന്നത്. 5 മിനിറ്റ്. അത് എൻ്റെ ആത്മകഥ വായിച്ചാൽ അത് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് എൻ്റെ മൈൻഡ് ഒരുപാട് ചേഞ്ച് ചെയ്തു. അദ്ദേഹം തലയിൽ കൈവച്ച് കഴിഞ്ഞപ്പോൾ മൈൻഡ് എനിക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ്സിനെക്കാളും സ്പിരിച്വലായിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു സ്പാർക്ക്, മേ ബി സ്പാർക്ക് ഉണ്ടായിരുന്നു, അദ്ദേഹം അതിനെ സ്റ്റിമുലേറ്റ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ കൺക്ലൂഷൻ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ 19th ഇയർ വരെ ഞാൻ ഡിഗ്രി ലെവൽ വരെ എത്തി. ആ സമയത്ത് സാധാരണ നമ്മൾ കാരിയറിന് വേണ്ടി പഠിക്കുന്നതല്ലാതെ ബാക്കിയുള്ള സ്പിരിച്വൽ ബുക്സ് ആയിരുന്നു, എങ്ങനെയൊക്കെ പാസ്സായി. പക്ഷേ ഐ യൂസ് ടു ബി റീഡിങ്, ലൈബ്രറിയിൽ പോയി അവിടെ ഉള്ള അടുത്തുള്ള സ്പിരിച്വലായിട്ടുള്ള ആളുകളെ എല്ലാം ഞാൻ പോയി കാണുകയും പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യുകയും, കട്ടിങ് അക്രോസ് റിലീജിയസ് ലൈൻസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നിട്ട് ഈ വായിക്കുന്നതോടെ ആളുകളെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് ഹിമാലയത്തിൽ എവിടെയോ ഒരു സ്ഥലത്ത് എന്തോ ഒരു അട്രാക്ഷൻ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ ബാബാജിയെ മീറ്റ് ചെയ്യുന്ന പോലും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ സിറ്റുവേഷനിൽ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള ഡെവലപ്മെൻ്റ് ഒന്നും നടക്കില്ല. അപ്പോൾ എനിക്ക് കുറച്ച് കാലം ഐസൊലേഷനിൽ പോയി നിൽക്കണം. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഹിമാലയത്തിൽ പോകണമെങ്കിൽ വീസയൊന്നും വേണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങ് പോയി. അവിടെ പോയി ഞാൻ പലയിടത്തും പറയാറുണ്ട്, ഞാൻ ഒറിജിനലി ഞങ്ങൾ 3 ജനറേഷൻ സെറ്റിലേഴ്സാണ്. ഞങ്ങളൊരു പക്തൂൺ ഫാമിലിയിൽ നിന്നാണ് അവിടെ വന്ന് മഹാരാജാവിന് സർവീസിൽ അവിടെ സെറ്റിലായത്. ഞാൻ പലർക്കും പറയാറുണ്ട്, 19ാമത്തെ വയസ്സിൽ ചില ഖാൻസ് എല്ലാം ബോളിവുഡിലേക്ക് പോയി, ഞാൻ ഹിമാലയത്തിലേക്ക് പോയി. അത് ഞാൻ SSLC കഴിഞ്ഞപ്പോൾ ഖാൻ ഡ്രോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇത് വേണ്ട, നമുക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റും എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ഇറസിസ്റ്റബിൾ ഒരു അട്രാക്ഷൻ എനിക്ക് ഉണ്ടായി. എന്താണെന്ന് പിന്നെയാണ് മനസ്സിലായത്. ബാബാജി അവിടെ നിന്ന് എന്നെ ഇങ്ങനെ വിളിച്ചു, അതെനിക്കറിയില്ല അപ്പോൾ. അതുകൊണ്ട് ഞാൻ അവിടെ പോയി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പിന്നെ അവസാനം ഓൾമോസ്റ്റ് ഒരു ആത്മഹത്യയുടെ ലെവലിൽ എത്തിയപ്പോഴാണ് ബാബാജിയെ കണ്ടത്. ഞാൻ വിചാരിച്ചു നടക്കൂല ഇതൊന്നും. അങ്ങനെയാണ് അങ്ങോട്ടേക്കുള്ള യാത്ര. ഞാൻ നമ്മുടെ റേഡിയോയിൽ ഇങ്ങനെ ചോദിച്ചായിരുന്നു ലിസണേഴ്സിനോട്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ സാറിനെ വളരെ സ്ട്രോങ്ലി ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. ദീപക് ആണ് ഈ ഒരു ചോദ്യം ചോദിച്ചത്. ദീപക് ചോദിച്ചത്, എൻലൈറ്റൻമെന്റ് കിട്ടിയിട്ട് ഇപ്പം ഹിമാലയത്തിലേക്ക് പോകുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവരെങ്ങോട്ടാണ് ഈ പോകുന്നത് എക്സാക്ട്ലി? അങ്ങനെ എന്തെങ്കിലും ലൊക്കേഷൻ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇങ്ങനൊരു ലൊക്കേഷൻ ഉണ്ടെന്ന് ഇങ്ങനെ പലരും ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് വളരെ ഡൗട്ട്ഫുള്ളാണ് അങ്ങനെ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഈ വളരെ സ്പിരിച്വലി ഡെവലപ്ഡ് ഉള്ള ആളുകൾ അവിടെ കുറച്ച് പേരുണ്ട്. അവർ ലോകത്തെ പലയിടത്തും ഉണ്ട്, എങ്കിലും അവിടെ ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവിടെ ആർക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ചില സ്ഥലത്ത് അവർ താമസിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് തേടി പോകുന്ന ഒരാളാണെങ്കിൽ അവർക്ക് അവിടെ എത്താൻ സാധിക്കും, ശരിയായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തും. ഇല്ലെങ്കിൽ എത്താൻ പറ്റില്ല. അപ്പം അങ്ങനെ അതിന് പല പേരും പറയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പേര്. പക്ഷെ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അത് സ്പിരിച്വലി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞവർ പോകുന്ന സ്ഥലമല്ല.
അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർ പോയി പെർഫെക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് പോകുന്നത്. കാരണം അവിടെ വളരെ പെർഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ആളെന്ന് പോലും പറയാൻ പറ്റില്ല, ബീയിങ്സ് ഉണ്ടെന്ന് വെച്ചോളൂ. ഞാൻ അതുകൊണ്ടാണ് പേര് പറയണ്ടെന്ന് പറഞ്ഞത്. കാരണം ആ പേര് പറഞ്ഞു കഴിയുമ്പോൾ ആ പേര് പറയുന്ന പല അസോസിയേഷൻസിൻ്റെ കൂടെ നമ്മളത് ലിങ്ക് ചെയ്യും. ആ പേര് ഗഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലം, അവേ ഫ്രം പബ്ലിക് റീച്ച്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരിങ്ങനെ ക്വയറ്റായിട്ടൊരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. അത് ഇൻട്രസ്റ്റ് ഉള്ളവർ തേടിപ്പോയാൽ കണ്ടുപിടിക്കുകയും ചെയ്യാം. അതെവിടെയാണെന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ് ടു ഡു. പക്ഷേ ഹിമാലയത്തിലാണ് 100% അങ്ങനൊരു സ്ഥലമുണ്ട്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇന്നൊന്ന് പറയാം. ഹിമാലയത്തിലല്ലാതെ ലോകത്ത് ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ലെബനനിലൊരു സ്ഥലത്ത് ഇതുപോലെ മൗണ്ടനിൽ ഒരു വലിയ സൂഫി മാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ആളുകളുമായിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ അധികം ഡെവലപ്പ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകാറുണ്ട് ആളുകൾ, ഈ പർട്ടിക്കുലർ പാത്തിൽ പോകുന്നത്. ടർക്കിയിലും ഉണ്ട് അങ്ങനെ ഒരു സ്ഥലം. അത് ഒരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടായ ജലാലുദ്ദീൻ റൂമി, എല്ലാവരും റൂമി അദ്ദേഹത്തിൻ്റെ ടൂമിൻ്റെ അടുത്ത് ഇസ്താൻബുളിൽ നിന്ന് കുറേ ദൂരം ഉണ്ടത്. അവിടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ആളുകളുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു കളക്റ്റീവ് ഹിമാലയത്തിലാണ്. I think much before all this came up, it was already existing in Himalayas. So why doesn't everyone get this calling? The enlightenment അല്ലെങ്കിൽ അങ്ങനെ പോകണം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന ഒരു പാത്ത് തിരഞ്ഞെടുക്കണമെന്ന് എല്ലാവർക്കും തോന്നാത്തത് എന്തുകൊണ്ടാണ്? Is it linked to the rebirth or linked to evolution? It's linked to rebirth. എങ്ങനെയാണോ ഒരു സിംഗിൾ സെല്ലുലർ ഓർഗാനിസം ഇത്രയും കോംപ്ലക്സ് ആയിട്ട് ഒരു ഹോമോസേപ്പിയൻ ആയിട്ട് മാറി? ഇറ്റ് ടുക്ക് ടൈം, റൈറ്റ്? ഇതേപോലെ ദ സോൾ ഓൾസോ ടേക്സ് ടൈം ടു ഇവോൾവ്. ഇപ്പം ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ വൂമ്പിൽ ഒരു അതിനെന്താ പറയുന്നത്, സ്മോൾ തിങ്, സൈഗോട്ട് കഴിഞ്ഞിട്ട് എംബ്രിയോ. ഇത് എംബ്രിയോയുടെ ഗ്രോത്ത് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ ഷേപ്പ് വാട്ടർ ലിവിങ് ബീയിങ്സിനെ പോലെയാണ്. പിന്നെ അതൊരു ആംഫിബിയനായിട്ട് മാറും. പിന്നെ സ്ലോലി ഇറ്റ് വിൽ ബിക്കം എ മാമലിയൻ, പിന്നെ ഹോമോസേഫിയൻ. അത് ഹ്യൂമൻ ബോഡിയിലെ ഡെവലപ്മെൻ്റാണ്. ഇതേപോലെ ദ സെൽസ് ഓഫ് ദ ബ്രെയിൻ ഓൾസോ ഗോ ത്രൂ ദിസ് ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ബീയിങ് വരെയുള്ള ഡെവലപ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബട്ട് ദർ ആർ ഗ്രേറ്റർ തിങ്സ് ടു ഹാപ്പൻ ഇൻ ദ സിസ്റ്റം. അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസസ് കൊണ്ടും പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസസ് കൊണ്ടും വെൻ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ഇനഫ്, ഇതിൻ്റെ അപ്പുറത്ത് വേറെ എന്തോ ഉണ്ട് എന്ന് അറിയുന്നത് വരെ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യില്ല. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആസ് ദ മൈൻഡ് ഇവോൾവ്സ്, നമ്മൾ ഈ കാണുന്ന സിവിലൈസേഷൻ ഉണ്ടല്ലോ, അത് ഈ ഫ്രോണ്ടൽ ലോബ് സിവിലൈസേഷനാണ്. പക്ഷേ ബ്രെയിനിൽ ഇനിയും ചില സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാത്തത്. ആ പോയിൻറ്റ്സ് ഓപ്പൺ ആവണമെങ്കിൽ മൈൻഡ് മെച്യൂറായി എക്സ്പീരിയൻസ് ചെയ്ത് കുറച്ച് പെയിനും ഒക്കെ സഹിച്ചാലേ ഇത് തുറക്കുള്ളൂ. ഭഗവത്ഗീതയിൽ ആദ്യത്തെ ചാപ്റ്റർ ഒന്നാണ് അർജുന വിഷാദയോഗം. അർജുനൻ്റെ വിഷാദം, സോറോ സാധാരണ വരുമ്പോൾ നമ്മൾ അതിനെ റഗ്ഗിലിങ്ങനെ ആക്കിയിട്ട് ബാറിൽ പോയി കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് മാറും കുറച്ച് നേരത്തേക്ക്, പിന്നെ അത് തിരിച്ചു വരും, ഇല്ലേ? അപ്പം അതിനെ സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് ഇതിന് നമുക്ക് വിടാനുള്ള വഴിയുണ്ടോ എന്ന് ഒരു മെച്യൂർ മൈൻഡ് തിങ്ക് ചെയ്യുമ്പോൾ പിന്നെ സ്പിരിച്വൽ ലൈനിലേക്ക് വരും. So it is not easy that everybody should en masse become spiritual. It will never happen. Which is why എനിക്ക് en masse സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് പറയുന്ന ഗ്രൂപ്പ്സായിട്ട് എനിക്ക് വലിയ ഒരു ഇതില്ല. കാര്യം ഇത് നോട്ട് പോസിബിൾ. ഇതൊരു എവല്യൂഷനാണ്, പതുക്കെ പറ്റുള്ളൂ. ഇത് ഓരോന്നായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ എവറിബഡി ഈസ് നോട്ട് ഗോയിങ് ടുവേർഡ്സ്. ഇൻഡയറക്റ്റായിട്ട് എല്ലാവരും സ്പിരിച്വൽ എവല്യൂഷനിലേക്കാണ് പോണത്. എന്ന് വെച്ചാൽ എല്ലാവരും ഹാപ്പിനെസ് അല്ലേ അന്വേഷിക്കുന്നത്,
അല്ലേ? അത് കുറച്ച് ഹാപ്പിനെസ് ഇവിടെ കിട്ടും, കുറച്ച് അപ്പുറത്ത് കിട്ടും, കുറേ. പക്ഷെ എന്നാലും ഈ ഹാപ്പിനെസ്സിൻ്റെ പുറകെ എപ്പോഴും എന്തെങ്കിലും ഒരു അൺഹാപ്പിനെസ് കാണും. ലോകത്ത് ആരുടെ ഒന്നും, ഞാൻ 100 കണക്കിന് ആളുകളെ കാണുന്ന ഡെയിലി. ഇതുവരെ വലിയ പേര് പറയുന്നില്ല, വലിയ വലിയ മില്യനേഴ്സ്, ഇന്നിപ്പോൾ കുറച്ച് ഡൗൺ ആണ് അവർ തൊട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളവർ വരെ ആരും ടോട്ടലി ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ അതേ സമയത്ത് ഒരു മരത്തിൻ്റെ അടിയിലിരിക്കുന്ന ഒരു ഫക്കീർ, അയാളിൽ ഒന്നുമില്ല, ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവം? ഹി ഈസ് ഫൗണ്ട് ദ ട്രൂ എസെൻസ് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ ഇൻഡയറക്ട്ലി വി ആർ ഓൾ മൂവിങ് ടുവേർഡ്സ് ദാറ്റ്. പക്ഷേ നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് പുറത്തെ വേൾഡിൽ അത് കിട്ടും എന്നുള്ളതാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. കിട്ടൂല. ഐ എം നോട്ട് സെയിങ് യു ഷുഡ് ലീവ് ദ വേൾഡ്, അതല്ല പറയുന്നത്. അതകത്താണ്, നമ്മുടെ ഹൃദയത്തിലാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരാൾ, പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അവധൂതന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളത് പറയുക, അയാൾ പറഞ്ഞു, ഞാൻ ഒരുപാട് സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്ത് എനിക്കൊന്നുമായി. അയാൾ പറഞ്ഞിട്ട് ആ കൽവ് തുറന്നോ നിൻ്റെ എന്ന് ഞാൻ ചോദിച്ചു. അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ത് തുറക്കുന്ന സംഭവം. ഹൃദയം, ഹാർട്ട് തുറക്കണം. അനാഹതം യോഗത്തിൽ പറയുന്നത്, അത് തുറന്നാൽ റിയൽ ഹാപ്പിനെസ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലായാൽ, ഒരു ഐഡിയ കിട്ടിയാലല്ലേ നമ്മൾ അതിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഐഡിയ കിട്ടിക്കഴിയുമ്പോൾ യു നീഡ് സം ഇൻസ്ട്രക്ഷൻ, സം ടീച്ചേഴ്സ്, സംബഡി വുഡ് ഗൈഡ് യു ദർ. ആൻഡ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ദ ടീച്ചിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ടീച്ചർ. സാധാരണ പറ്റുന്നത് ആ ടീച്ചറിനെ വർഷിപ്പ് ചെയ്യും, ടീച്ചിങ് ഒന്നും ഫോളോ ചെയ്യില്ല, അയാൾ നോക്കിക്കോളൂ എന്ന് വിചാരിച്ച്. മനസ്സിലായോ? അപ്പം അത് അങ്ങനെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. എവ്രി ഹ്യൂമൻ ബീങ് ഈസ് സെർച്ചിങ് ഫോർ സ്പിരിച്വൽ ഫുൾഫിൽമെൻറ്റ്, ബട്ട് ഇൻ ദ റോങ് ഡയറക്ഷൻ, റിവേഴ്സ് ഡയറക്ഷൻ. ഈ ഒരു 10 വാച്ച് കയ്യിലുണ്ടെങ്കിൽ ഹാപ്പിനെസ് വരും. നിനക്ക് 4 വീടുണ്ടെങ്കിൽ ഹാപ്പിനെസ് വരും. So then how do we find happiness? You were mentioning in a talk. Look within yourself. All the fountain of happiness is inside you. It is a spark of the divine. എല്ലാവർക്കും അതുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് ഈ റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. എക്സ്റ്റേണലി നമ്മൾ എത്ര ഡെവലപ്പ് ചെയ്താലും നമ്മൾ വിചാരിക്കുന്ന പെർഫെക്റ്റ് ഹാപ്പിനെസ് ഒരിക്കലും കിട്ടില്ല. അത് ആദ്യം മനസ്സിലായിട്ട് അതെവിടെയാണ് കിട്ടുന്നതെന്ന് അടുത്ത ചോദ്യം. അത് ഉള്ളിലാണെന്ന് ആരോ പറയുന്നു. അപ്പോൾ ഉള്ളിൽ പോയി നോക്കണം. അതെങ്ങനെ പോകും? അതാണ് സാധന എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഒരു ദിവസത്തിൽ 10 മിനിറ്റെങ്കിലും മാറ്റിവെച്ച് ധ്യാനത്തിന് വേണ്ടി മാത്രം വയ്ക്കുക. ഏത് തരത്തിൽ ധ്യാനം, വെറുതെ ചാൻറ്റ് ചെയ്താലും മതി, പക്ഷെ എന്തെങ്കിലും. അപ്പോൾ അതിൽ നമുക്കൊരു ചെറിയൊരു ഹാപ്പിനെസ് കിട്ടും, ആദ്യം തന്നെ കിട്ടും. അപ്പോൾ അതിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ലിങ്കായി പിന്നെ ചെയ്യും. വേൾഡിൽ നിന്ന് വിട്ടുപോയി ഗുഹയിലൊന്നും ഇരിക്കാനുള്ള സിറ്റുവേഷൻ അല്ല ഇന്നത്തെ കാലത്ത്. അത് നടക്കില്ല. ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യണം. അപ്പോൾ എൻ്റെ റൂമിനെ തന്നെ രാവിലെ ഒരു 10 മിനിറ്റ് ഗുഹയാക്കി മാറ്റുക. ഇതാണ്, ഇതേ പറ്റുള്ളൂ. റിയാലിറ്റി അങ്ങനെയാണ്, നമുക്കത് മാറ്റാൻ പറ്റൂല. ഇപ്പോൾ ഏത് ഗുഹയിൽ പോയിരിക്കും? എന്നാൽ ഒരു ഗുഹയിൽ പോയിരുന്ന അവിടെ മസ്കിറ്റോ മിനൻസിനെ സ്പ്രേ ചെയ്യാൻ ആളെത്തും. അങ്ങനത്തെ സമയമാണ്. ഒരിടത്തും അങ്ങനെ നമുക്ക് കിട്ടില്ല. അപ്പോൾ സോളിറ്റ്യൂഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സോളിറ്റ്യൂഡിൽ ഗുഹയിൽ പോയി ക്വയറ്റായിട്ട് ഒരു മാസമൊക്കെ നിൽക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത്? പറ്റില്ല. അപ്പോൾ എൻ്റെ റൂമിനെ തന്നെ ഒരു ഗുഹയാക്കി മാറ്റുക. എൻ്റെ സിറ്റുവേഷനല്ല, നമ്മുടെ കട്ടനൊന്നും മാറ്റി ഗുഹ പോലെ ആക്കണ്ട. പക്ഷെ ഒരു പ്രൈവസി കിട്ടുന്ന ഒരു സ്ഥലത്ത് ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും രാവിലെ എണീറ്റുടനെ ഇരുന്ന് മൈൻഡിനെ അകത്തേക്ക് പുറത്തേക്ക് പോകുന്നതിന്, ആ വിഷയങ്ങളിൽ നിന്നും അതിനെ തിരിച്ചിട്ട് ഉള്ളിലേക്ക്, അതിനെയാണ് നിവൃത്തി മാർഗം എന്ന് പറയുന്നത്. മറ്റേത് പ്രവൃത്തി. അത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്ലോലി ഗ്രാജുവലി ഡിപ്പെൻഡിങ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ് ഈ ലൈഫിലേക്ക് അടുത്ത ലൈഫിൽ നമ്മളവിടെ എത്തിച്ചേരും. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ സിൻസിയർ വി ആർ. So what would be the difference between the atma and the mind? Because ചില സമയത്ത് ഫ്രണ്ട്സിനോടൊപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആത്മാവുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ തന്നെ വിശ്വസിക്കാത്ത കുറേ പേരുണ്ട്.
So because they say that I have it's a mind. Yeah. Okay. പക്ഷെ അതല്ലാതെ ആത്മാവ് എങ്ങനെ എന്ന് അവർ ചോദിക്കും. So what would you say to that? ആത്മ എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ it simply means me, individual. Okay. The ego, which normally we know as the ego. The understanding is that apart from the ordinary ego that we have, there is a consciousness which long out മാണ്ഡുക്യ ഉപനിഷത്ത് എന്നൊരു ചെറിയ ഉപനിഷത്തുണ്ട്, 12 വേഴ്സേ ഉള്ളൂ. അതിനകത്ത് എല്ലാവരും അതിനെപ്പറ്റി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കമൻറ്റ് ചെയ്യും. ശങ്കരാചാര്യയുടെ കമൻറ്ററീസ് 1000 പേജ് കാണും. അതിനകത്ത് സിമ്പിളായിട്ടുള്ളൊരു ഫാക്റ്റ്, സാധാരണ എല്ലാ മനുഷ്യരും മെയിൽ ഫീമെയിൽ എനി നേഷൻ എനി ലാൻഡ് പ്രൈമറി ആയിട്ട് നമുക്കറിയാവുന്ന 3 തരത്തിലുള്ള കോൺഷ്യസ്നെസ്സേ ഉള്ളൂ. ഒന്ന് വേക്കിംഗ്, ഇതിപ്പോൾ നമ്മൾ ഇരിക്കുന്ന കോൺഷ്യസ്നെസ്. മറ്റത് ഡ്രീം. ഓക്കെ, ഡ്രീം കോൺഷ്യസ്നെസ് ആണ് കുറച്ച് പെക്യൂലിയർ. കാരണം അത് ഡ്രീം ചെയ്യുമ്പം അത് സത്യമാണെന്ന് നമുക്ക് തോന്നും. എണീറ്റ് കഴിയുമ്പം ഇത് ഡ്രീമാണെന്ന് പറയും, സ്വപ്നമാണെന്ന് പറയും, അല്ലേ? അപ്പോൾ ചിലർ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ ഈ വേക്കിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുന്നില്ലേ, ഇത് ഡ്രീമാണെങ്കിലോ നമുക്ക് എങ്ങനെ അറിയാം ഇതൊരു ലോങ് ഡ്രീമാണോ? ഒരു ദിവസം ആരെങ്കിലും എണീറ്റോ, അയ്യോ ഇത് പറയേ ഭയങ്കര ഒരു ഡ്രീമായിരുന്നു എന്ന് എൻലൈറ്റൻഡ് എന്ന് പറയുന്നവർ ആ സിറ്റുവേഷനിലാണ്. ഒരു മിനിറ്റ്. അപ്പോൾ പക്ഷേ ഈ ഡ്രീം ചെയ്യുമ്പം വളരെ റിയലാണ് സ്വപ്നം. അവിടെ നിന്ന് മാറുമ്പോഴാണ് അത് നമുക്ക് ഇത് സ്വപ്നമാണ് എന്ന് തോന്നുന്നത്, അല്ലേ? ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ സുഷുപ്തി, ഡീപ്പ് സ്ലീപ്പ്. ഉറക്കത്തിൽ നമ്മൾ ഒന്നും അറിയുന്നില്ല, പക്ഷെ നമ്മൾ മരിക്കുന്നില്ല. ദർ ഈസ് സംതിങ് ദർ. നമ്മൾ വേക്കിംഗ് സ്റ്റേറ്റിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിയുമ്പോൾ നല്ല സുഖമായ ഉറക്കം തോന്നാറില്ലേ? ഇപ്പം എന്തോ ഒരു മെമ്മറി ഉണ്ടല്ലോ. അപ്പോൾ ഈ മെമ്മറി ഉണ്ടെങ്കിൽ ആരോ അവിടെ ഉണ്ട്, സം എൻറ്റിറ്റി ഇസ് ദർ, റൈറ്റ്, വിച്ച് ഈസ് നോട്ട് അവെയർ അറ്റ് ദാറ്റ് ടൈം, വിച്ച് വി ആർ നോട്ട് അവെയർ ഓഫ്. വി ആർ സേയിങ് ഈ മൈൻഡ് എന്ന് പറയുന്നത് ഈസ് ദാറ്റ് വിച്ച് ഈസ് അവെയർ ഓഫ് ദാറ്റ്. While for awareness you need that consciousness to be aware of. Brain is a beautiful computer, no doubt, വളരെ അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ നമ്മൾ ഒരു റൂമിൽ കുറേ കമ്പ്യൂട്ടേഴ്സ് വെച്ചാലേ എവിടെയെങ്കിലും കമ്പ്യൂട്ടേഴ്സ്, ഹാവ് യു ഹേർഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഫോളിങ് ഇൻ ലവ്? കേട്ടിട്ടുണ്ടോ? എത്രയും അഡ്വാൻസ്ഡ് ആണെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, ലൈഫില്ല. സോ ആ ലൈഫിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്. അപ്പോൾ ഈ വേക്കിംഗ് സ്റ്റേറ്റിലും ഡ്രീം സ്റ്റേറ്റിലും ഡീപ്പ് സ്ലീപ്പിലും അവെയർനെസ് ഉണ്ടല്ലോ, ആ അവെയർ ആകുന്ന എൻറ്റിറ്റിയാണ് ആത്മാവെന്ന് പറയുന്നത്. ഞങ്ങളുടെ ലിറ്ററേച്ചറിൽ മൈൻഡ് എന്ന് പറയുന്നത് വേക്കിംഗ് സ്റ്റേറ്റിൽ മാത്രം ആക്റ്റീവ് ആയിട്ടുള്ള അവെയർനെസ്. ദിസ് ഈസ് ദ മൈൻഡ്. വാട്ട് ഈസ് അവെയർ ഇൻ ദ ഡ്രീം ആൻഡ് ഇൻ ഡീപ്പ് സ്ലീപ്പ് ഇസ് not the ordinary mind, but that which gives mind the capacity to think. That's the atma. അതാണ് ആത്മ കോൺഷ്യസ്നസ്. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈവൻ ഇൻ ഡീപ്പ് സ്ലീപ്പ് യു വിൽ ബി അവെയർ. പക്ഷേ ബോഡി വിൽ ബി റെസ്റ്റഡ്, പക്ഷേ യു വിൽ ബി അവെയർ. അതാണ് സൈൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ പേഴ്സൺ ഹു ഹാസ് നോട്ട് ടച്ച് ദി ആത്മൻ ആൻഡ് ഹു ഹാസ് ടച്ച് ദ. So a lot of times what happens is ഈ ഡ്രീംസിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ചില ഡ്രീംസ് ഭയങ്കര ഡീപ്പ് ആയിരിക്കും. നമുക്ക് തോന്നും അത് എണീറ്റ് കഴിഞ്ഞിട്ടും തോന്നും we probably lived through it. Why does that happen? Some dreams just go away from our mind. Because those are the dreams which the subconscious is more attracted or attached to. Okay. മൈൻഡും പല ലെവൽസ് ഉണ്ട്. ദിസ് ഇസ് ദ കോൺഷ്യസ് മൈൻഡ്. വി തിങ്ക് ദാറ്റ് നമ്മുടെ എല്ലാ റിയാക്ഷൻസും കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം. 90% സബ് കോൺഷ്യസിലാണ് നടക്കുന്നത്. ഈ കോൺഷ്യസ് മൈൻഡിൽ വെറുതെ അതൊരു അപ്പിയറൻസ് ആണ്, മനസ്സിലായോ? അതുകൊണ്ട് സബ് കോൺഷ്യസിൽ നമ്മുടെ ലൈഫിൽ വളരെ ടച്ചിങ് ആയിട്ടുള്ളതും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളും ഡ്രീം വളരെ സ്ട്രോങ് ആയിട്ട് മറക്കാൻ വയ്യാത്ത ഡ്രീമായിട്ട് മാറും. ഇറ്റ്സ് സ്റ്റിൽ എ ഡ്രീം. ഇറ്റ് ഈസ് ദ സബ് കോൺഷ്യസ് ട്രൈങ് ടു വർക്ക് ഔട്ട് all the things that it cannot do in this earth. I've heard waking state ചെയ്യാൻ പറ്റില്ല. I've heard that there is
this concept, I don't know how much you believe in it, parallel universe ഉണ്ട്. അപ്പോൾ ആ parallel universeൽ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം dream. Not a belief for me. There is a parallel universe. മാറ്ററും ആൻറ്റി മാറ്റർ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ there is this universe and there is in fact there is not one parallel universe. There are many parallel universes. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നു, നമുക്ക് തോന്നുന്നു ഇവിടെ 3 പേരേ ഉള്ളൂ. അല്ല, there are other beings also here. പക്ഷെ അവർ വേറെ യൂണിവേഴ്സിലാണ്. നമ്മുടെ യൂണിവേഴ്സുമായിട്ട് അത് ആ ഫ്രീക്വൻസിയിലല്ല. അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ലോകത്ത് രഹസ്യം എന്നൊരു സംഗതി ഇല്ല. You might think you are alone and doing things, but there are others watching. പേടിക്കേണ്ട കാര്യമല്ല. No, but have you had that experience of seeing them or knowing them that you would like to share with our viewers? It's a simple thing actually. If you know them and if you understood that plane, anytime it's possible. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടിരുന്ന് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടർഫുൾ തിങ് ഈസ് നമ്മൾ ഇവരെ ഇരുന്ന് സംസാരിക്കുന്നില്ലേ, ഈ സബ്ജക്റ്റിൽ കൂടുതലും ഇൻട്രസ്റ്റ് ഉള്ളവരും പിന്നെ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഞാൻ 2 കാറ്റ് അവരെ കാണുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല ഇതിൽ. And they need not be human beings. The parallel universe need not consist of human beings as we know today. In the tangible form. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് തന്നെ ഇങ്ങനെ പല ലെവലിലെ ബീയിങ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ഫിലോസഫിയിലാണെങ്കിൽ തോട്ട് ആൻഡ് യോഗ ആൻഡ് മിസ്റ്റിസിസം, we accept the fact that you cannot be just human beings on this earth. There are other beings existing. അത് നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വേറെ. That is my belief or non-belief. But from my point of view, there are parallel universes, there are beings who exist. It is so silly to think that only this earth has this few number of human beings. ഇത്രയും ഭയങ്കര യൂണിവേഴ്സിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൂടെ ആലോചിച്ചാൽ മതി. സോ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവാൻ അല്ലെങ്കിൽ ലേമാന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കുക? വാട്ട് ഈസ് ദാറ്റ് സ്പിരിച്വൽ ജേർണി, സ്പിരിറ്റ്? അധ്യാത്മയാത്ര എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഈ ലോകത്തെ സാറ്റിസ്ഫാക്ഷനെ കൊണ്ട് നമ്മൾ ഡിസ്സാറ്റിസ്ഫൈഡായി ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് ഇത് തുടങ്ങുന്നത് ജനറലി. രണ്ടാമത്തെ രീതിയിൽ തുടങ്ങണമെങ്കിൽ ഈ ആധ്യാത്മയാത്രയിൽ യാത്ര ചെയ്ത് ഒരു ലെവലിൽ എത്തുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ ഇയാളകത്ത് എന്തോ ഉണ്ടല്ലോ എനിക്കില്ലേ എന്ന് തോന്നും. അത് സെക്കൻഡ് വേ ഓഫ് ലുക്കിങ്. ഇങ്ങനെ സാധാരണ 2 വഴിയേ ഉള്ളൂ. ഒന്ന്, നമ്മൾ തന്നെ ചിന്തിച്ച് ഇത്രേ ഉള്ളൂ, വേറെ എന്തെങ്കിലും കാണുമോ? അത് ചിലപ്പോൾ പെയിനൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതിനെപ്പറ്റി സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത്. 2, ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് ഒരാളുണ്ട്, അങ്ങനെ നമുക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളുമായിട്ട് സംസാരിക്കുമ്പം ചിലപ്പോൾ നമുക്ക് ഇത് തുടങ്ങും ഈ സെർച്ച്. കാരണം ഈ നമ്മുടെ വിചാരം മൈൻഡ്സ് എല്ലാം സെപ്പറേറ്റ് ആണ്. ഒരു മൈൻഡേ ഉള്ളൂ, ഒരു ഇപ്പോൾ മൈൻഡ് ഫർഗെറ്റ് അബൌട്ട് കോൺഷ്യസ്നെസ്, ഒരു മൈൻഡേ ഉള്ളൂ. So where is the mind seated? I think this is the I have done many videos on this, exploring consciousness. IIT Delhi regular course നടക്കുന്നുണ്ട് ഇപ്പോൾ with brain surgeon Venkatraman from Bangalore. I've been conducting this. Some biologists believe that consciousness ബ്രെയിനിൻ്റെ പ്രോഡക്റ്റാണ്. ഞാൻ പറയുന്നതല്ല, കോൺഷ്യസ്നെസ് ആണ് ബ്രെയിനിന് അവയർനെസ് കൊടുക്കുന്നത്. മനസ്സിലായോ? ദാറ്റ് ഈസ് ദ എസെൻസ് ഓഫ് വൺസ് ബീയിങ്. നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് ആത്മാവ് എന്ന്. അപ്പോൾ അത് ദാറ്റ് ഓൾസോ ഇസ് എ കോമൺ ഫാക്ടർ. ഇറ്റ്സ് നോട്ട് സെപ്പറേറ്റ്. ഈ സെപ്പറേഷൻ മാറുമ്പോഴാണ് അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നത്. Then when I begin to understand that we are not separate entities, even though we appear so, ഒരു ലിങ്ക് ഉണ്ട്, കോൺഷ്യസ് ലിങ്ക് ഉണ്ട്. അത് മനസ്സിലാവുമ്പോൾ, ഇപ്പോൾ മൈൻഡിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ കോൺഷ്യസ്നെസ് ഇല്ലാതെ ദ മൈൻഡ് കനോട്ട് ഫങ്ഷൻ. ഡെഡ് ബോഡിക്ക് ബ്രെയിൻ ഉണ്ട്, പക്ഷേ ഇറ്റ് കനോട്ട് ഫങ്ഷൻ. അപ്പം അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ആ സ്ട്രീമിലേക്ക് നമുക്കൊരു അറ്റ്ലീസ്റ്റ് വൺ ബിഗിൻസ് ടു തിങ്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ.
അത് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് വർഷമായാലും കുഴപ്പമില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ബട്ട് the thought occurs, let me look into this. This is a real problem. Let me look, let me explore, let me find out. About consciousness, we have to go back to Vedanta. According to Vedanta, consciousness is an ever expanding, all pervading entity. You even cannot call it an entity എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം entity എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽസ് ആയിട്ട് നമുക്ക് മനസ്സിലാവും, സെപ്പറേഷൻ വരും. രണ്ട് ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിലേ സെപ്പറേഷൻ ഉള്ളൂ, ഇല്ലേ? അതുകൊണ്ടാണ് ചില ആളുകൾ ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല, പക്ഷേ ഐ ലൈക്ക് ടു ഹെൽപ്പ് പീപ്പിൾ, ഞാൻ വളരെ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ ഈവൻ ദോ അയാളുടെ വിശ്വാസം അതിൽ വന്നിട്ടില്ലെങ്കിലും ഹിസ് മൈൻഡ് ഹാസ് ബിക്കം സട്ടിൽ ആൻഡ് ഹി ഈസ് ബിഗിനിങ് ടു തിങ്ക് ദാറ്റ് അതേഴ്സ് ആർ ഓൾസോ ഹിം ഇൻ എ വേ. അത് തിയററ്റിക്കലി പറഞ്ഞാൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വരും. പക്ഷേ ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കുന്നത് ഒരു വലിയ കാര്യമല്ല. അത് ഈ കുരങ്ങും അതിൻ്റെ കുഞ്ഞിനെയൊക്കെ നോക്കുന്നുണ്ട്, കോഴിയും നോക്കുന്നുണ്ട്, വലിയ കാര്യമില്ല. നമ്മൾ ഇത്രയും ഇവോൾവ് ചെയ്തിട്ട് നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞിനെ ഞാൻ കെയർ ചെയ്യൂ എന്ന് പറയുമ്പോഴാണ് ഞാൻ മനുഷ്യൻ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആവുന്നത്. ഇതെല്ലാം ഒന്നാണ്, അതിലൊരു വ്യത്യാസം ഇല്ലയെന്ന് മനസ്സിലാകുമ്പോഴാണ് അൾട്ടിമേറ്റ് ആയിട്ട് സ്പിരിച്വൽ റിയലൈസേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്പിരിച്വൽ എവല്യൂഷൻ എന്ന് പറയുന്നത് വെറുതെ സാധന മാത്രം ചെയ്താൽ പറ്റില്ല. എല്ലാവരും നമ്മളെപ്പോലെയാണ്, സ്പാർക്ക് ഓഫ് ദ ഡിവൈൻ ആണെന്നുള്ള മനസ്സിൽ വരണം, എന്നാലേ ഇത് എക്സ്പാൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സാധന ചെയ്യുന്ന എൻ്റെ കരിയർ നന്നാവും മാത്രമായിരിക്കും. ഓക്കെ, നോ പ്രോബ്ലം, പക്ഷേ ഇറ്റ്സ് നോട്ട് എ സ്പിരിച്വൽ ജേർണി. സോ ലൈഫിൽ ഇപ്പോൾ പല സിറ്റുവേഷൻസിലും നമുക്ക് എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയില്ല. കാരണം കുറേ സമയങ്ങളിൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം ചിലപ്പോൾ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചേക്കാം. ഇറ്റ് കുഡ് ബി അവർ പേരൻസ് ഓർ റിലേറ്റീവ്സ് ഓർ ഹൂവെവർ. ആൻഡ് ഓൾസോ മെനി ടൈംസ് യു ആർ സ്കെയർഡ് ഓഫ് ബീങ് ജഡ്ജ്ഡ് ബൈ ദ സൊസൈറ്റി ബിക്കോസ് അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു ലിവ് ഇൻ ദ സൊസൈറ്റി. ഇൻ സച്ച് എ സിറ്റുവേഷൻ വാട്ട് ഡസ് വൺ ഡു? ചിലപ്പോൾ അവർക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനം നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. എൻ്റെ വെച്ച് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി എടുത്ത് കുറച്ച് വേദന ഉണ്ടാകുന്നത് നല്ലതാണ്, അതുകൊണ്ട് തെറ്റൊന്നുമില്ല എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി നമുക്കൊരു സുഖം കിട്ടും. ഇത് ടെമ്പററി കുറച്ച് ദുഃഖം ഉണ്ടായാലും അൾട്ടിമേറ്റ്ലി ഇൻ ദ ലോങ് റൺ വി ആർ ബൗണ്ട് ടു ബി ബെറ്റർ സ്പിരിച്വലി, മോർ അഡ്വാൻസ്ഡ് ആൻഡ് മൂവിങ് ഫോർവേഡ്. സൊസൈറ്റി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വേണ്ടി മാത്രം എടുക്കാൻ പറ്റില്ല ഡിസിഷൻ. എടുക്കാം, ഇൻ സം സിറ്റുവേഷൻസ് വി നീഡ് ടു ടേക്ക് സച്ച്, ബട്ട് ഇൻ ജനറൽ ട്രൈ ടു സീ ബാക്കിയുള്ളവർക്കും നല്ല കാര്യങ്ങൾ നടക്കും. ഇതുകൊണ്ട് ആർക്കെങ്കിലും വളരെ ഏത് ഡിസിഷൻ എടുത്താലും തെറ്റില്ല. ആസ് ഫാർ ആസ് പോസിബിൾ ബാക്കിയുള്ളവരെ ഇൻജുറി ചെയ്യാതെ ഉള്ള ഡിസിഷൻ എടുക്കുന്നതാണ് നല്ലത്. But what if one is going through a lot of pain? Is it right to put oneself in that pain for others? I mean, is it okay to do that? This is what is called a martyr. Who is putting himself even to death for others. For others, that's true. But I'm not saying everybody should do that, but keep that concept. Mind la concept ഉണ്ടാവണം. Anybody ഈ ഫീൽഡിൽ മൂവ് ചെയ്യുന്നവർക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും, സ്പിരിച്വൽ ഫീൽഡ്. അതിനെ അതൊരു ബാരിയറായിട്ട് വിചാരിക്കാതെ മൂവ് ചെയ്തു പോകുന്നവരാണ് ഫൈനലി ഗോളിലെത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് വിഷമം ഉണ്ടാവാം. ബട്ട് ഇൻ ദ ലോങ് റൺ when one person attains that state, it's like the whole world benefits from it, because there is only one mind. Right. That's nice. So എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് that no matter what happens around you in your family or wherever, സർവത്ര സമബുദ്ധയ എന്ന ഒരു സ്റ്റേറ്റിലാണ്. വലിയ പാടാണ്, വലിയ പ്രയാസമുള്ള ഒരു സ്റ്റേറ്റ്. How do we സർവത്ര സമബുദ്ധയ എന്ന് പറഞ്ഞാൽ ഏത് സിറ്റുവേഷനിലും ബുദ്ധി അനങ്ങാതെ ക്വയറ്റായിട്ടിരിക്കുന്നതാണ് സർവത്ര സമബുദ്ധി. അതിൻ്റെ കൂടെ ഒരെണ്ണം ആപ്ലിക്കബിൾ ആണ്. സർവത്ര സമബുദ്ധയുടെ കൂടെ ആപ്ലിക്കബിൾ ആണ് സർവഭൂതഹിതേരത, എല്ലാ ജീവികളെയും നന്നായിട്ടിരിക്കണം എന്നുള്ള ഒരു ചിന്ത. അതുണ്ടെങ്കിലേ ഇത് സർവഭൂതഹിതേരത വരുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ മാത്രം ഹാപ്പി ആകുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആകും, ബാക്കിയുള്ളവർക്ക് അൺഹാപ്പിനെസ് വന്നാൽ എനിക്കൊരു എഫക്റ്റും ഇല്ല. അത് മാറിക്കിട്ടുമ്പോഴേ നമുക്ക് സർവത്ര സമബുദ്ധയിലെത്താൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പോൾ ഒരു layman അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ അടുത്തെങ്കിലും എത്താൻ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മൈൻഡ് സ്റ്റെബിലിറ്റിക്ക് എന്നുള്ള വിശ്വസിക്കണം ആദ്യം. അപ്പോൾ ഏത് സിറ്റുവേഷനിലും നമുക്ക്
അങ്ങനെ നിൽക്കാൻ പറ്റും. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ്. കാരണം മൈൻഡ് ഈസ് വെരി ഫിക്കിൾ. അപ്സിൽ അങ്ങോട്ട് പോവും, ഡൗണിലും. പക്ഷേ ഈ ഡൗണിൽ പോകുമ്പോഴും അപ്പിലേക്ക് പോകുമ്പോഴും BP കൂടും രണ്ടിലും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ് നല്ലത്. ഈസിയല്ല, പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാ സിറ്റുവേഷനും നമ്മളിങ്ങനെ വാച്ച് ചെയ്യണം. വാച്ച് ചെയ്ത് ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഇതാണ് ശരിക്കുള്ള മെഡിറ്റേഷൻ. അല്ലാതെ ചുമ്മാ 5 മിനിറ്റ് കണ്ണടച്ചിരിക്കുന്നത് പോരാ. ഡെയിലി ലൈഫിൽ വെൻ ഐ പാസ് ത്രൂ ഓരോ സിറ്റുവേഷനിൽ ഞാൻ അതിനെങ്ങനെയാണ് വാച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കണം. സോ ഈ റിജക്ഷൻ ഡീൽ ചെയ്യാൻ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പല കാരണങ്ങൾ കൊണ്ടും. ചിലപ്പോൾ അപ്ബ്രിങ്ങിങ് ആയിരിക്കാം, ബിക്കോസ് പേരൻസ് ആർ റിയലി ഫോക്കസ്ഡ് ഓൺ ടേക്കിംഗ് കെയർ ഓഫ് ദം. സോ ഈവൻ വിത്ത് ദ സ്ലൈറ്റസ്റ്റ് ഓഫ് റിജക്ഷൻ, കിഡ്സ് ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. ദേ ടേക്ക് വെരി ഡ്രാസ്റ്റിക് സ്റ്റെപ്സ്. What would your message be to those children listening to you right now? It's not only the children, the parents should take care. True. Not only the children, some of them are very small. അവർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ if the parents take a step and explain to them that we are not rejecting, we are doing something for your sake in the future. ഇത് മനസ്സിലാക്കി കൊടുക്കുന്ന പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടികളുടെ കയ്യിൽ ഈ റെസ്പോൺസിബിലിറ്റി ഇടാൻ പറ്റില്ല നമുക്ക്. So they should also understand why one feels rejected or dejected. അത് പേരൻസിൻ്റെ ആക്ഷൻസ് കൊണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്, അല്ലാതെ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല. അതുകൊണ്ട് we have to watch ourselves what we are doing. Then they will also become like you. There's a difference. You can advise them to do something and do something else yourself. അവർ വളരെ പെട്ടെന്ന് പിടിക്കും. വളരെ ഇൻ്റലിജൻ്റ് ആണ് കുട്ടികൾ. So live the life which you want them to live. Right. So ഈ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞൊരു എനർജിയിൽ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അഗൈൻ ഐ ഹവ് ഹേർഡ് പീപ്പിൾ ഓവർ ദ ഇയേഴ്സ്, ഇപ്പോൾ ഓവർ ജനറേഷൻസ്, അവരവരുടെ കുട്ടികൾക്ക് അങ്ങനെ അനുഗ്രഹം വാങ്ങിക്കാൻ പഠിപ്പിക്കുന്ന പോലും ഇല്ല. അതിൻ്റെ ഒരു റെലവൻസ് ഇല്ല എന്ന് വിശ്വസിച്ചിട്ടായിരിക്കാം. അതിൻ്റെ ഒരു റെലവൻസ് എത്രത്തോളം? വെരി ഇമ്പോർട്ടൻറ്റ്. It is very important. Blessings need not mean that you go and fall at somebody's feet. അതൊന്നും വേണ്ട. പക്ഷേ if you feel somebody or some place is sacred, which one should be exposed to it. അതാണ് ബ്ലെസ്സിങ്. ബ്ലെസ്സിങ് നമ്മൾ ചോദിക്കാതെ തന്നെ കിട്ടും. തലയിൽ കൈ വയ്ക്കാതെ തന്നെ ബ്ലെസ്സിങ്സ് കിട്ടും. പക്ഷേ ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഹാസ് ടു ബി ദെയർ, ദാറ്റ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഗ്രേസ് ആൻഡ് ഇറ്റ് ക്യാൻ കം ഫ്രം എനിവെയർ. പക്ഷേ കാല് തൊടുന്നതിൻ്റെ ഒരു മഹത്വം എന്താണ് ശരിക്കും? അല്ലെങ്കിൽ തലയിൽ അവർ തൊട്ട് തരും? According to the yogic teachings, the energy flows this way, like this. Okay. So the downward flow is near the feet. So you touch it, then some energy goes into you. Oh, right. This is the logic. Right. But we are absorbing that positive energy എന്നുള്ളതാണ്. ഈ കുട്ടികളുടെ ഇപ്പോൾ പഠിത്തത്തിൽ സിലബസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട സബ്ജക്ട്സ് എന്തെങ്കിലും ഉണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ട്? ഓഫ് കോഴ്സ് നേരത്തെ തന്നെ യോഗ പ്രാക്ടീസ് തുടങ്ങിയോളാം. 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മെഡിറ്റേഷൻ തുടങ്ങുക. ഓക്കെ. ആൻഡ് ലെറ്റ് ദം സിറ്റ് ഡൗൺ ആൻഡ് ലിസൺ ടു ബ്യൂട്ടിഫുൾ ക്ലാസിക്കൽ മ്യൂസിക്. ഈ 3 കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ സ്ലോലി ഗോ ടുവേർഡ്സ് ദിസ് റൈറ്റ് പാത്ത്. പിന്നെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഡാൻസ്, മ്യൂസിക് ഇതെല്ലാം പാർട്ട് ഓഫ് സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് ആണ്. ഈവൻ ദ ഡാൻസ് ഫോംസ് ആർ എ വർഷിപ്പ് ഓഫ് ദ ഡിവൈൻ. അപ്പോൾ അതിൽ എക്സ്പോസ് ചെയ്യുക. അപ്പോൾ സ്ലോലി ത്രൂ ആർട്ട് ആൻഡ് മ്യൂസിക് ദേ വിൽ ഗെറ്റ് ഇൻ ടു ദ സ്പിരിച്വൽ. ചുമ്മാ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ദേ വിൽ തിങ്ക് ഓഫ് ഓൺലി സന്യാസിൻസ് ആൻഡ് ദേ വോണ്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ. റൈറ്റ്. സർ, ഈ സ്പിരിച്വൽ പാത്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണി തുടങ്ങുന്ന കുറച്ച് പേരുണ്ട്. ഇനീഷ്യലി ഇൻ ദ മേ ബി ടീൻസ് ഓർ ലേറ്റർ. പക്ഷെ അത് പിന്നീട് അവർ എത്ര ട്രൈ ചെയ്തിട്ടും അത് കട്ടായി പോകാറുണ്ട് ചിലർക്ക്. പിന്നീട് അത് അവർ ഇനീഷ്യേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കട്ടായി പോകുന്നത്? ഇസ് ഇറ്റ് ബിക്കോസ് ദേ ആർ നോട്ട് പ്രാക്ടീസിങ്? ടു വേരിയസ് റീസൺസ്. ഒരു റീസൺ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ പിന്നെ ഇൻട്രസ്റ്റ് മാറി, കരിയറിലേക്ക് ഇൻട്രസ്റ്റ് ആയി, ഇതിന് സമയമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അത് തട്ടിപ്പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മളതിനെ ജസ്റ്റിഫൈ ചെയ്തിട്ട് അതിലൊന്നുമില്ല, ഇതാണ് നല്ലത് എന്ന് പറയും. അപ്പോൾ അതിന് ആവശ്യമുള്ളത് സ്പിരിച്വലി ഇൻക്ലൈൻഡും സ്പിരിച്വലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ കാണുക, അവരോട് അതുകൊണ്ടാണ് സത്സംഗം എന്ന് പറയുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് ദർ ഇസ് നോ സത്സംഗം ഇറ്റ് വിൽ ടേൺ ഇൻ ടു ദുർസംഗം. ബിക്കോസ് ഹ്യൂമൻ ബീയിങ് സൊസൈറ്റിയിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ യു ഷുഡ് ഫൈൻഡ് ലൈക്ക് സോഴ്സസ്
from where you can contact, you can figure out how to keep it fresh and not allow it to deteriorate. Right. I think most people, if they are interested, childhood തൊട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തിരിച്ചതിലേക്ക് വരും കുറച്ച് കാലം കഴിയുമ്പോൾ. So and also just 2 more questions, I'll quickly wind up. ഈ mantras ന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നൊന്ന്. ഒരു വലിയ സബ്ജക്റ്റാണ്. Does it really work? It works, but I can't say. It will take another satsang, another 1 hour, 15 minutes to decide about mantras. Just remember that they are special sounds, which apart from their meanings, and even if they have no meanings, have a certain effect in changing the frequency of nature's vibrations. Wow. There are some sounds which have no meaning, but they have a certain effect. These are usually fixed into the mantras. And according to the Vedas, the greatest mantra is pranava. Sir, it's a big subject. Your name also sounds like a mantra, Shriyam. Many people think that because they say Shriyam, it becomes Shreem. So they get wealth. Shreem, Lakshmida Vijakshara. I don't know, I didn't think of that. Okay. എൻ്റെ ആദ്യത്തെ നെയിമിൻ്റെ ആദ്യത്തെ ലെറ്റർ എം ആയതുകൊണ്ട് ചിലർ മിസ്റ്റർ എം എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ സംബടി ഈ മിസ്റ്റർ എം എന്ന് വിളിച്ചാൽ ഒരുമാതിരി ഈ ജെയിംസ് ബോണ്ടിൻ്റെ ബോസിനെ പോലെ, അതുകൊണ്ട് ശ്രീ കൊണ്ട് കൂട്ടി, അപ്പോൾ ശ്രീ എം ആയി. അത്രയേ ഉള്ളൂ സംഭവം. I think even though it happened that way, it has a certain positive, ഇതെല്ലാം ബാബാജി അറേഞ്ച് ചെയ്തായിരിക്കും. Sir, I think one more question and we conclude. We all ultimately keep that hope in our mind. Hope aanu nammale driving enakku parayum. And in that hope, we keep praying. Prayers. We pray to the God, chelare to the divine power. Do gods really listen to us? Yes, but you may not get what you need, what you want, because what you need may be different from what you want. Adu aalochondu venam pray. അതുകൊണ്ട് ഡിജക്റ്റഡ് ആയാൽ എനിക്കിത് maybe that's not what you need in your evolution. Maybe that's what you want. That what you want may not always be exactly what you need for your evolution. In this world and the other, both. The best prayer is, you know everything. How we should go, so do what is needful. That's the best prayer. Otherwise you are trying to tell God that you don't know, this is what I want. The only thing I need to add is that kids will do what the parents do. അതുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ജീവിതത്തിൽ അതിനെ ആക്ട് ചെയ്ത് കാണിക്കുക. അതാണ് കിഡ്സിനുള്ള മെസ്സേജ്. പിന്നെ ശരിക്കും കിഡ്സിൻ്റെ മൈൻഡ്സ് വളരെ ഓപ്പണാണ്. അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് കിട്ടണം, ഇല്ലെങ്കിൽ റോങ് എൻഡിൽ ചെന്നെത്തും. പൊതുവെ സത്സംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് മുതിർന്നവരാണ്, പക്ഷെ കുട്ടികളും അത് അറ്റൻഡ് ചെയ്ത് ഒരുപാട് കുട്ടികൾ ഇന്നത്തെ കാലത്ത്. എനിക്ക് ഏറ്റവും സന്തോഷം, ഒരു റിട്രീറ്റിന് പോകുമ്പോൾ ഒരുപാട് ബ്ലാക്ക് ഹെയർ ഉള്ള ആളുകളുണ്ട്. ഡൈന്നവരല്ല, നമ്മൾ ഈ ആർട്ട് ഓഫ് ഡൈയിങ് അല്ല ഞാൻ അപ്പം ഐ എം വെരി ഹാപ്പി. കാരണം ചിലപ്പോൾ 12 വയസ്സുള്ള കുട്ടികളൊക്കെ കൊണ്ടുവരും, ക്രിയായോഗി കൊടുക്കാൻ പറ്റും. ആ പ്രായത്തിലൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യണം അല്ലേ ശരിക്കും. Alright, sir. Thank you so very much for your time. Such a pleasure getting to talk to you, to share this space with you. But I didn't have more time. I'm sorry about that. Thank you.